നമുക്ക് 4 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് യൂട്യൂബ് ഇവൻ്റ് എന്ന് പറയുന്നത്. എത്തിയപ്പോൾ തന്നെ 1 അവർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സ് മറവ് ചെയ്ത് കേട്ടോ. നമുക്ക് ലോഞ്ച് വെയർ ആണ് അവർ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ നൈറ്റ് വെയർ, പക്കാ നൈറ്റ് വെയർ. എങ്ങനെയാണ് നമ്മൾ പക്കാ ഒരു ഷോട്ടപ്പൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നൈറ്റ് പാർട്ടി ആണെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന പേഴ്സ് നിങ്ങൾ കണ്ടു. ഒരു പാർട്ടി വെയറിനുള്ളൊരു ബാഗാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. രവീണയുടെ ഒക്കെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഈ ഒരു നൈറ്റ് വെയർ ഇട്ട് വരാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് പലരും അവരുടേതായ ഇഷ്ടത്തിനും കൂടി നോക്കിയിട്ടാണ് ഇട്ടത്. അമൃതയൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഒരേ ഒരു സീരിയൽ നടിയാണ് അമൃത എന്ന് പറയണത്. എല്ലാവരും ഭയങ്കര ചില്ലടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. ബസ്സിലൊക്കെ പൊളിച്ച് നമ്മൾ എത്തിയപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് തന്നെ. ലേറ്റ് ആയല്ലോ. നമുക്ക് അവിടെ നിന്ന് കാർഡും വാങ്ങിച്ച് നമ്മൾ കൂൾ ഡ്രിങ്ക്സും കുടിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നിന്ന ഹാള് ഫുൾ ആൾക്കാരായിട്ടോ. അവിടെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ സെക്ഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സൗത്തിൽ നിന്ന് ഒരു 10 പേരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 10 അല്ല 12 പേരാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് അവാർഡ് നമ്മുടെ നെറിൻകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൗത്തിൽ നിന്ന് നെറിനെയാണ് സെലക്ട് ചെയ്തത് അവർ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്. ഫാഷൻ ഫേവറേറ്റ് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് നെറിൻകുട്ടിക്ക് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമില്ല ഗൈസ്. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുത്തിട്ടാണ് നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ DJ പാർട്ടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തകർത്തു, തിമിർത്തു, പൊളിച്ചു. എന്താ പറയുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ പോയിട്ട് സൗത്തിലെ പെമ്പിള്ളേര് പൊളിച്ചടക്കി എന്ന് പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഞങ്ങളവിടെ ഷൈൻ ചെയ്തു, അടക്കി പൊളിച്ചായിരുന്നു. നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇടുണ്ടോ. ഫുഡ് സെക്ഷനിൽ കയറിയപ്പോഴാണ് ചെറിയൊരു വിഷമത. ഈ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അതായത് അവിടുത്തെ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ പിടിക്കുന്നൊരു ടേസ്റ്റ് ആയിരിക്കില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ വലിയ പിടിച്ചില്ല. ഒക്കെ തന്നെ റൂമിലെത്തിയിട്ട് ഒന്ന് കെടുക്കുക, അത് മാത്രം ഉണ്ടായാലും ഉദ്ദേശം. കാരണം രാവിലെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നത് കേട്ടോ. വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് വായടയാറില്ല. അപ്പോൾ പിന്നെ റൂമിൽ ഞങ്ങൾ മാത്രമുള്ളെങ്കിൽ എന്തോരം വർത്താനം പറയും. നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റ് നമുക്ക് തിരിച്ച് കൊച്ചിക്കുണ്ട് കേട്ടോ.